അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്താ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അധികം ഇരുത്തിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ സംഭവിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കമൻറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാത്തവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആഗ്രഹമുള്ളവരായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് അത്രയും അറിവുള്ളവരെ കൊണ്ട് മാത്രം ഇത് കുത്തിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത് തുടങ്ങണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്ലസ് ടു ആ സമയത്ത് ഞാനൊന്ന് കാത് കുത്തിയായിരുന്നു. അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തന്നെയാണ് കുത്തിയത്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ പാട് എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ മാരേജിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ പാട് പിന്നെ അപ്പോൾ അവർ ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് തരുമല്ലോ ഒരു കമ്മൽ, അതായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലായിരുന്നു എൻ്റെ അവർ ഇട്ടെന്ന കമ്മൽ മിസ്സായിപ്പോയി. അങ്ങനെ എനിക്ക് ആ ഓട്ടാടിനേന് എന്തെങ്കിലും ഒന്ന് ഇട്ട് വെക്കാനുള്ള ആ ഒരു ഓർമ്മ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഓട്ടാടഞ്ഞു. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞു, ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ എങ്ങോട്ടോ പോയപ്പോൾ ബ്യൂട്ടി പാർലർ ഒരു ചേച്ചി നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അവർ എനിക്ക് ഇങ്ങനെ ഇവിടെ കുത്തി തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടിട്ട് പോയതാണ് അങ്ങോട്ട്. അപ്പോൾ കുത്തി തന്നപ്പോൾ യാതൊരുവിധ കുഴപ്പമുണ്ടാകുന്നില്ല. പഴുത്തിട്ട് ഇങ്ങനത്തെ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇത് കേട്ട് ചെന്നപ്പോൾ അത് പഴുത്തിരുന്നു എന്ന് ചോദിച്ചു. പക്ഷെ പഴുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ കാത് കുത്തിയാൽ ചെറിയ രീതിയിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത്രമാത്രം. അല്ലാതെ ഓവറായിട്ട് പഴുത്തിട്ട് ഇതായിട്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കാതൊക്കെ കുത്തി ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞു ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാതിലൊരു ചെറിയൊരു നമ്മളൊരു മാലമണി പോലെ ഒരു മണി പോലെ വന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ എനിക്ക് തൊടുമ്പോഴോ പിടിക്കുമ്പോഴോ അമർത്തുമ്പോഴോ ഒന്നും ഒരു വേദന ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യമാക്കുകയും ചെയ്തില്ല. ഇതിപ്പം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. വേദന ഉള്ളതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും എന്താണ് ഇത് കാരണം. ഇപ്പോൾ വേദന ഇല്ലാത്താകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് വിട്ടു. പിന്നെ ഞാനത് തിരിഞ്ഞു നോക്കാറ് പോലും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ മണി ഇങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് എനിക്കറിയുന്നില്ല. ഞാനതിപ്പോഴും അതേപോലെ തന്നെയാണ് വെച്ചിട്ട്. പിന്നെ എനിക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിലുള്ളവരെല്ലാം കാണുമ്പോൾ ഇതെന്തെങ്ങനെ വലുതായിക്കണേ എല്ലാവരും ചോദിക്കുന്നത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ തന്നെ ഇത് ഇത്ര വലുതായതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാനിത് നല്ലപോലെ നോക്കണത് ഇത്രയും വലുതായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പേടി, എല്ലാവരും ചോദിക്കൽ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാനും പേടിയായി. ഇനിയിപ്പോൾ ഡോക്ടർ എന്താ പറയാമെന്നറിയില്ല, ഏതാണെന്നൊക്കെ ആയിട്ട് പേടി. പിന്നെ അങ്ങനെ ഞാനൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഉണ്ടായിരിക്കും എങ്ങനെ മാറുക എന്നൊക്കെ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ അവർ ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് സർജറി ചെയ്തിട്ടും പിന്നീടും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഏറെ പേടി. അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് പിന്നീട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ്സ് നോക്കിയപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവം. ആ കമൻറ്റിൽ ഇങ്ങനെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു, സർജറി ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് എന്തായാലും വേണ്ടി നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും ഈ എൻറ്റിനെ കാണിക്കാൻ പോയപ്പോൾ നമ്മൾ എടപ്പാൾ തന്നെയാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ചെറിയൊരു മണിയായിരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നിലോ ഒരു ഇഞ്ചക്ഷനിലോട്ടോ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് നോക്കിയതെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെന്താ പറയുക, ഒരു കോട്ടി ഉണ്ടല്ലോ, ഒരു കോട്ടിയുടെ അത്ര വലുപ്പമായിരുന്നു. എന്നിട്ടാണ് ഞാനിത് ശ്രദ്ധിക്കണത്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. എന്നിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് സർജറി ചെയ്തേ പറ്റൂ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. കാരണം കട്ട് ചെയ്യാൻ മാത്രം ഉണ്ട്, വലിയൊരു ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞേ പറ്റൂ, അല്ലാതെ ഇത് മാറാനുള്ള ഒരു മാർഗ്ഗമില്ല എന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ പകുതി ജീവൻ പോയി. നമ്മൾ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണല്ലോ, ഏതാണെന്നൊന്നും ഒരു ഇതില്ലല്ലോ. അവരെ പിന്നെ എനിക്കൊന്നാമത് പേടിയാണ്. സർജറി എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യുക, ഏതാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയൊരു ഉറുമ്പ് പേടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ, തരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും വേണ്ടില്ല. കാരണം ഇത് ഇനിയും വലുതായി വരുന്നതോടെ നമുക്ക് ബോറായിട്ട് വരും. നമ്മളിങ്ങനെ തട്ടിടുന്നവരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെ പറഞ്ഞാലും കാര്യമില്ല. കാരണം നമ്മൾ പുറത്ത് എങ്ങനെയാണെങ്കിലും നമ്മളിത് മാറ്റുമ്പോൾ എല്ലാവരും കാണുമ്പോൾ നമ്മളോട് ചോദിക്കും, നമ്മുടെ വീട്ടുകാരായാലും എല്ലാവരും എന്താ അത് എന്നുള്ളൊരു ഇതിൽ
നമുക്കൊരു ഇതായി തുടങ്ങി. അങ്ങനെ എന്തായാലും സർജറി ചെയ്യാന്ന് വെച്ച് അങ്ങനെ ഡോക്ടർ കാണിച്ചിട്ട് കുറേ ദിവസം ഞങ്ങൾ നീണ്ടുപോയി. ഒരു 3-4 മാസം നീണ്ടുപോയി. സർജറി ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാതിരുന്നു. കാരണം ഒന്നാമത്തെ പേടിയായിട്ടാണ് ചെയ്യാതിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സർജറി പിന്നെ ഒരു ഡേറ്റ് വെച്ച് നമ്മൾ സർജറി ചെയ്യാൻ പോയിട്ട് ഇതുപോലെ സാധാ നോർമലായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ സർജറി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് പാടെ പോവില്ല, വരാതിരിക്കില്ലാതെ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സർജറി ചെയ്തെന്ന് വെച്ചിട്ട് ഇത് ഇനിയും വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് തീർത്ത് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സർജറി ചെയ്യാം, പക്ഷേ ഇതും പോകുന്നുള്ള ആ കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. പിന്നെ ഒരു ഇത് പറഞ്ഞു, നമ്മൾ ഇത് മാറി ഒരാഴ്ച കഴിഞ്ഞ് ഇത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച മുതൽ 6 ആഴ്ച നമുക്ക് തുടർന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. 6 ആഴ്ച ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് വെച്ച് നോക്കാം, എന്നിട്ടും വരുമോ ഇല്ലേന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അന്ന് സർജറിക്ക് മുമ്പേ പറഞ്ഞിരുന്നിട്ടാ, വരുമോ ഇല്ലേന്നൊന്നും അറിയില്ല, നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഏതായാലും പറഞ്ഞ് കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് പറഞ്ഞ പോലെ സർജറി ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ ഒന്നും ഇപ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ സ്റ്റിച്ച് ഇതായിട്ട് നമ്മളിങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുരട്ടാനും, പിന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഇനി നിങ്ങളിത് കുത്താൻ പോണ ആൾക്കാരാണ്, അത്ര ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ മാത്രം കുത്തുക. ഇനിയിപ്പോൾ അഥവാ കുത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്യൂട്ടി പാർലറിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ ഒന്നും പോയിട്ട് കുത്തരുത്. നിങ്ങൾ ഒന്നെങ്കിൽ അറിയാവുന്ന തട്ടാമാരെ കൊണ്ട്, അതിൽ ഡോക്ടർമാർ ഇപ്പോൾ കുത്തി തരുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഇത് ഡോക്ടർ റീസണായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വരാൻ കാരണം തന്നെ സ്ഥാനം അറിയാതെ കുത്തിയാണ്. നമ്മൾ ഞരമ്പിലോട്ട് അങ്ങനെ എന്തോ ആണ് കുത്തിയത്, സ്ഥാനം അറിയാതെ. അതുകൊണ്ടാണ് നമ്മളെ സ്കിന്നിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഉണ്ടായിട്ട് നിൽക്കുകയായിരുന്നു അവിടെ. അപ്പോൾ കട്ട് ചെയ്യാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം നമ്മൾ ചെവിയോട് ചേർന്നിരിക്കുന്ന സംഭവം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് സ്കിന്നിങ്ങനെ വീർത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത്രയും അറിയാവുന്നവരെ കൊണ്ട് മാത്രം. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതേ ഇല്ല, പക്ഷേ ഇതുപോലെ ഇതുള്ള ആൾക്കാരുണ്ടാവും, കുത്താൻ ആഗ്രഹിക്കുന്നവരും ഇനി കുത്തിയവരും ഇതുപോലെ വീർത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ കുത്താൻ ആഗ്രഹിക്കുന്നവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടോ അതല്ലെങ്കിൽ അറിയാവുന്ന തട്ടാമാരെ കൊണ്ടോ അങ്ങനെയൊക്കെ കുത്തിക്കുക. അല്ലാതെ നമ്മൾ ബുള്ളറ്റ് വെച്ചിട്ടുള്ള കുത്തലൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനിയും ബുള്ളറ്റ് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്ഥാനം അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ബുള്ളറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബുള്ളറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്താൻ ഒരിക്കലും നമ്മളൊരു അറിയാവുന്ന ഒരാളെ ആയിട്ട് നിന്നിട്ട് നമ്മൾ കുത്തരുത്. നമ്മൾ അറിയാവുന്നവരെ കൊണ്ട് തന്നെ കുത്തിക്കാൻ നോക്കുക. 8ൻ്റെ പണി കിട്ടും. എനിക്ക് കിട്ടിയ പോലെ 8ൻ്റെ പണി കിട്ടും. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ കുറേ നടക്കണം. ഇപ്പോൾ ഒരാഴ്ച ആവാനായി, ഇപ്പോൾ അത് കഴിഞ്ഞും ഒരു 6 ആഴ്ചത്തോളം ഒരു മാസത്തോളം നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ഇനി വരുമോ ഇല്ലെന്നൊക്കെ പഠിച്ചവൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി നമുക്കിങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ. കാരണം അത്രയ്ക്കും നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇതാക്കിയിട്ടാണ് ചെയ്യുക, നമ്മളെ മയക്കിയിട്ടാണ് ചെയ്യുക, ധരിപ്പിച്ചിട്ടൊക്കെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യം നമുക്കത് കഴിയുമ്പോഴും വേദന ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ വെക്കാനായാലും ഇതിനായാലും ഡോക്ടർ കാണാനായാലും. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, കുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഇനി അങ്ങനെ വല്ല അനുഭവം ആർക്കും, എൻ്റെ പോലൊരു അനുഭവം ആർക്കും ഇല്ലാതിരിക്കട്ടെ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പല സൗണ്ടും വരുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫാമിലീസിനും എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം കേട്ടോ. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇട്ട വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.